ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒന്ന് പുറത്ത് പോകണം കേട്ടോ. അപ്പം അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പോയി ചോദിക്കട്ടെ കേട്ടോ. പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണ കാര്യം. അപ്പം എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാനുണ്ട്. ഇക്കാടെ ചേട്ടൻ്റെ വീട്ടിലൊരു കല്യാണമൊക്കെ വരെയാണ് അടുത്ത ഈ ഞായറാഴ്ച അല്ല പിന്നത്തെ ഞായറാഴ്ച. അപ്പോൾ എനിക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്, അത് തയ്ക്കാനൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പോയി ചോദിക്കട്ടെ. ഇപ്പോൾ പോകാമെന്ന് ഇക്ക അവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോയി ചോദിക്കട്ടെ. കക ഞാൻ വീഡിയോ എടുക്കണം. അതെ, എനിക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. നമുക്കിപ്പോൾ പോയാലോ? ഇപ്പം പോവാം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ പോകാന്ന്. ശരിയാണ്. അപ്പൊ ഇക്കാക്ക് ഇത്തിരി മടിയാണ്, വെയിലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ. എന്നാലും സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ വരാന്ന്. അപ്പൊ ഞാൻ പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ ചെറുതായിട്ട് റെഡി ആയിട്ടാ. അപ്പൊ ഞാൻ ഇക്കാനോട് പോയി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതേ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലേ വീഡിയോ എടുക്കണേണെന്ന്. അപ്പോൾ അവർക്ക് നല്ല സോഫ്റ്റായിട്ട് പറയുമെന്ന് ഓർത്തിട്ടാ, വാ നമുക്ക് പോകാം വീഡിയോ എടുക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമെന്ന് ഓർത്തു. പക്ഷേ പുള്ളി സാധാരണ പോലെ തന്നെ പറഞ്ഞേട്ടാ. പിന്നെ വീഡിയോ എടുക്കണം എന്നുള്ള അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പുള്ളി അങ്ങനെ ചേഞ്ച് ആവുന്നൊന്നും എനിക്ക് തോന്നണില്ല. പുള്ളി സാധാരണ പോലെ തന്നെ പറഞ്ഞ. പക്ഷെ അങ്ങനെ പറയില്ല, ആൾ പാവം കേട്ടോ. നമുക്ക് എവിടെ പോകണമെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയില്ല. അപ്പം അതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര എന്തോ ടെൻഷനൊക്കെ പോലെ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒന്നാമതിൽ മൂത്താൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും അവൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇക്ക എന്നോട് പറയണതാണ്, അതാ ഞാൻ നിന്നോട് പറയണേ എപ്പോഴും നമുക്ക് പുറത്ത് പോകാമെന്ന് പറയണത് അതാണെന്ന് പറയും. എപ്പോഴും എന്നെ വിളിക്കും കേട്ടോ. പിള്ളേരൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോകാമെന്ന് എപ്പോഴും പറയും. എനിക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇപ്പം ആൾക്കാരൊക്കെ കാണുമ്പോൾ ഓർക്കും അയ്യോ ഇത് ഭയങ്കര ചൂടനാണെന്നൊക്കെ തോന്നും. പക്ഷേ ആൾ പാവം കേട്ടോ, ഒരു കുഴപ്പമില്ല. മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എവിടെ പോകണമെങ്കിലും കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനതാണ് ആദ്യം തന്നെ പുള്ളിനോട് പറഞ്ഞ വീഡിയോ എടുക്കട്ടോന്ന്. അപ്പോഴും പോകണം, ഇപ്പോൾ പോകണം വൈകിട്ട്. പുള്ളിക്ക് വെയിലത്ത് പോകാനൊരു മടിയുണ്ട്. വൈകിട്ട് പോകാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇറങ്ങട്ടെ കേട്ടോ. വന്നപ്പോൾ നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയിട്ടാ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികളൊക്കെ ഘോഷയാത്രയൊക്കെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. മക്കളൊക്കെ ഒരുങ്ങി നിൽക്കണതാണ്, നല്ല ഭംഗിയാണ്, അടിപൊളിയല്ലേ. കുറച്ചൊരു വണ്ടി അവിടെ നിർത്തിയിട്ട് കാണണമെന്നുണ്ടായി. പക്ഷേ ഇവിടുന്നാണ് കൂടുന്ന വണ്ടി നിർത്തി വെക്കാൻ പറ്റില്ല. അടുത്ത ഘോഷയാത്ര തന്നെ കേട്ടോ. ഓരോ മക്കളെ ഓരോ അമ്മമാര് എന്ത് സുന്ദരനും സുന്ദരികളൊക്കെ ആയിട്ട് ശ്രീകൃഷ്ണനെ ആക്കിയേക്കണതല്ലേ, അടിപൊളി.
ഇനി അടുത്ത ഘോഷയാത്ര അതൊക്കെ വണ്ടി കുറച്ചൊരു ഫ്രണ്ട് എടുക്കാൻ പറ്റില്ല. മതി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, താങ്ക് യു.